എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ പൊതുവായ ഫലങ്ങളും ഗുണദോഷ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ ജീവിതത്തിൽ വളരെ ഉയർച്ച നേടുമെന്നാണ് ജ്യോതിഷ ആചാര്യന്മാരുടെ അഭിപ്രായം. ധീരതയും സാഹസികതയും ഇവരുടെ പ്രത്യേകതകളാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ സ്വഭാവക്കാരായിരിക്കും. പ്രശസ്തിയും പദവിയും നേടും. സൗന്ദര്യവും ശരീരപുഷ്ടിയും ഇവർക്ക് ഉണ്ടാകും. ബുദ്ധിസാമർഥ്യവും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇവർക്ക് ഉണ്ടായിരിക്കും. ഇവർ പെട്ടെന്ന് ക്ഷോഭിക്കുകയും അതുപോലെ തന്നെ ശാന്തരാവുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള ആൾക്കാരോടും ഇടപെടാൻ അസാധാരണമായ കഴിവ് ഇവർക്ക് ഉണ്ടാകും. സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുന്നവരും തികഞ്ഞ ആത്മവിശ്വാസ ഉള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ. അന്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ മടി കാണിക്കും. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം. മാന്യമായി പെരുമാറുവാനും സ്വന്തം നില ഭദ്രമാക്കുവാനും തെറ്റുകുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും. കഴിവതും ഇവർ ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്. പക്ഷേ ആദർശങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. ഇതുമൂലം ഒഴിവാക്കാവുന്ന പല മത്സരങ്ങളിലും അകപ്പെട്ടു എന്ന് വരാം. സ്വാർത്ഥ ചിന്ത ഇവർക്ക് കുറവായിരിക്കും. എല്ലാ പ്രവർത്തന മേഖലകളിലും ഈ നക്ഷത്രക്കാർ വിജയിക്കാറുണ്ട്. അധികാര സ്ഥാനങ്ങളിലെത്താൻ പ്രത്യേക താല്പര്യം ഇവർ കാണിക്കും. അത്തരം സ്ഥാനങ്ങളിൽ ഇവർ വളരെയേറെ ശോഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർക്ക് കലാവാസന ഉണ്ടാകും. ഗ്രന്ഥപാരായണത്തിൽ താല്പര്യം കാണിക്കും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും വാക്കുപാലിക്കുന്ന സ്വഭാവവും ഉണ്ടാകും. കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കണമെന്ന് നിർബന്ധം ഇവർക്കുണ്ടാകും. നല്ല പരിശ്രമശീലവും ഉത്സാഹവും ഉണ്ടാകും. പക്ഷേ യാദൃശ്ചിക സംഭവങ്ങൾ മൂലം പലപ്പോഴും ഉദ്ദേശിച്ചത്ര നേട്ടം കൈവരിക്കുവാനായിട്ട് ഇവർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. ഇവരുടെ മധ്യവയസ്സുവരെ ഉയർച്ച താഴ്ചകൾ ഒന്നിടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. 12 വയസ്സുവരെയുള്ള കാലം പൊതുവെ സന്തോഷപ്രദമായിരിക്കും. പക്ഷേ വിദ്യാഭ്യാസ കാലമായ 12 മുതൽ 18 വയസ്സുവരെയുള്ള കാലം തികഞ്ഞ വിജയമോ തികഞ്ഞ പരാജയമോ ആയിരിക്കുകയില്ല. 18 വയസ്സിനു ശേഷം 30 വയസ്സുവരെയുള്ള കാലം വിദ്യാഗുണം, തൊഴിൽ ഗുണം, വിവാഹം, കുടുംബസുഖം, സന്താന ഗുണം തുടങ്ങിയവ സൂചിപ്പിക്കുന്ന കാലമാണ്. 20, 30, 33 എന്നീ വയസ്സുകളിൽ സുപ്രധാനങ്ങളായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിച്ചേക്കാം. 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത്, പുതിയ വീട് തുടങ്ങിയവയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ട് ഇടയുണ്ട്. 40 വയസ്സിന് ശേഷമുള്ള ജീവിതം പൊതുവെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. പൂരം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും ചില പൂര നക്ഷത്രക്കാർക്ക് വിവാഹ ജീവിതത്തിൽ അപൂർണത അനുഭവപ്പെടുകയോ വിവാഹ ജീവിതം തന്നെ തകർന്നു പോവുകയോ ചെയ്തേക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് തൻ്റെട കൂടുതൽ ഉണ്ടാകും. അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമായി എന്ന് വരാനും സാധ്യതയുണ്ട്. പ്രേമബന്ധങ്ങൾ തകരുക, ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരിക തുടങ്ങിയ ചില ദോഷങ്ങളും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ടാകാറുണ്ട്. കുടുംബാഭിവൃദ്ധിയിൽ താല്പര്യം കാണിക്കുന്നവരാണിവർ. അതിനായി ത്യാഗങ്ങൾ സഹിക്കും. പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്ന് സ്നേഹമോ കൃതജ്ഞതയോ ഇവർക്ക് ലഭിച്ചെന്നും വരികയില്ല. പൂരം നക്ഷത്രക്കാര് സൗന്ദര്യവും സാമർഥ്യവും ഒക്കെ എല്ലാ ഗുണങ്ങളും ഉള്ളവരായിരിക്കും. ഒരേ സമയം പൗരുഷം, ആജ്ഞാശക്തി തുടങ്ങിയവയും സ്ത്രൈണ ഗുണങ്ങളും ഇവരിൽ കാണാം. മാധുര്യമേറിയ സംസാരം, നേതൃത്വ ഗുണം, ന്യായപക്ഷത്ത് നിൽക്കുക, ശരീരസുഖം, അഭിമാനം, മാന്യത എന്നിവയും ഇവരുടെ ലക്ഷണങ്ങളാണ്. ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവരെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ടാകില്ല. സഹൃദയത്വം, ലളിതകലകളിൽ താല്പര്യം, സ്വഭാവശുദ്ധി തുടങ്ങിയ ഗുണങ്ങളും ഇവർക്ക് ഉണ്ടാകും. മൃദുല ഹൃദയരായതിനാൽ മറ്റുള്ളവരുടെ ദീനതയിൽ അലിയുന്ന മനസ്സാണ്. ചിലരിൽ നിയന്ത്രണമില്ലാത്ത ലൈംഗിക ജീവിതം കാണാറുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അമിതമായ ആഡംബരഭ്രമം കാണാറുണ്ട്. മധുര ഭാഷണം, വശ്യത, ലൈംഗിക താല്പര്യം തുടങ്ങിയവയും തൻ്റെ ഇടവും
ഇവരുടെ ലക്ഷണങ്ങളാണ്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ അത്തം, ചോതി, അനിഴം, ഉത്രട്ടാതി എന്നിവയാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ പാർട്ട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതല്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷകാലമാണ്. അപ്പോൾ ഈ സമയത്ത് ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക, യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക, പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുക. പൂരം, പൂരാടം, ഭരണി നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റും ഉത്തമമായ ദിവസങ്ങളാണ്. ജന്മ നക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നത് നന്നായിരിക്കും. രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. പൂരവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം ആദിത്യപൂജ, ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും ഉത്തമമാണ്. ഇവരുടെ അനുകൂല നിറങ്ങൾ വെള്ളയും ചുവപ്പും നേർത്ത നീലയും ആണ്. ഇത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യന്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയ ലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.